നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡ്രോ എന്ന് പറയുന്ന ഒരു ടാബാണ്. ഫയൽ, ഹോം, ഇൻസേർട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടാബാണ് ഡ്രോ എന്ന് പറയുന്ന ടാബ്. ഇതിനകത്ത് ആകെ കുറച്ച് കമാൻഡ്സുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡ്രോയിങ് ടൂൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോ എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, വരയ്ക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പവർ പോയിൻറ്റിനകത്ത് എന്തെങ്കിലും ഡ്രോയിങ്സ് വരച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് കാണിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ആദ്യത്തേത് സെലക്ട് ടൂളാണെന്ന് നമുക്ക് ആ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു മൗസ് പോയിൻ്ററിൻ്റെ ഷേപ്പാണതിന്. അത് സെലക്ട് ടൂളാണ്. സെലക്ട് ഒബ്ജക്റ്റ് ഇൻക്ലൂഡിങ് ink, shape and text area. This is especially useful when working with the object that are behind the text. ടെക്സ്റ്റിന് ബിഹൈൻഡ് ഉള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻകോ ടെക്സ്റ്റ് ഏരിയാസ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെലക്ട് ടൂൾ എന്നുള്ളത്. തൊട്ടടുത്ത് വരുന്നതാണ് ലാസോ സെലക്ട്. സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷേ ഇതിൽ സെലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഷേപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെലക്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെയാണ് നമ്മുടെ വരയ്ക്കാനുള്ള ഒബ്ജക്ട്സ്. അതിനകത്ത് ഫസ്റ്റ് കാണുന്നത് ഇറേസറാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രോയിങ്സിൽ എന്തെങ്കിലും ഇററോ മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇറേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ ഈ ടൂള് നമുക്ക് യൂസ്ഫുള്ളാണ്. ദെൻ ഫസ്റ്റത്തത് പെന്നാണ്. തൊട്ടടുത്തുള്ളതും പെൻ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഇത് 3.5 mm, ഇത് വരുന്നത് 0.35 mm ആണ്. അതായത് നമുക്കിത് വരയ്ക്കുമ്പോഴുള്ള ഒരു തിക്നെസ് എന്ത് ചെയ്യാൻ പറ്റും, തിക്നെസ്സിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഈ പെന്ന് തമ്മിൽ വരുന്നുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെൻസിലാണ്. ഗ്രേ കളർ പെൻസിലാണ് നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ നോർമലി നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈലൈറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ പെൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അതിലൊരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഡൗൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഇതിനകത്ത് കളേഴ്സ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, കളേഴ്സ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പെന്നിൻ്റെ തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ചെറുത് മുതൽ വലുത് വരെയുള്ള സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ കളേഴ്സ് കൂടാതെ ഗ്ലിറ്ററിങ് കളേഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഏറ്റവും താഴെ ഇവിടെ ഗാലക്സി ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് എന്ത് ചെയ്യാം, നമുക്ക് ആ ഗാലക്സി എന്നുള്ളത് ഡ്രോ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സെയിം തന്നെയാണ് ഈ ഒരു 0.35 mm പെൻസിൽ എടുത്താലും ചെറിയൊരു വ്യത്യാസമേ എന്തിനു വരുന്നുള്ളൂ. അവിടെ നമുക്ക് പലതരത്തിലുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് വരച്ച് നോക്കാം. കണ്ടോ, ആ ഒരു ഇതിൽ തിക്നെസ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ രണ്ട് പെന്നും തമ്മിൽ. ഇതാണ് മെയിൻലി ഇതിൻ്റെ രണ്ടിൻ്റെയും യൂസ്ഫുൾ. ഇനി നമുക്ക് എറൈസർ എടുത്തിട്ട് നോർമലി നമ്മൾ റബ്ബ് ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഡ്രാഗ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മൗസ് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം എന്താവും, റിമൂവ് ആവാൻ തുടങ്ങും. നെക്സ്റ്റ് പെൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഗ്രേ കളർ ഷെയ്ഡിൽ നമുക്ക് നമ്മുടെ മൗസിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഇതും നമുക്ക് എന്ത് ചെയ്യാം, എറൈസർ യൂസ് ചെയ്ത് എറൈസ് ചെയ്ത് കളയാം. ഈ പെൻസിലിൻ്റെ കേസിലും നമുക്ക് ഗ്രേ മാത്രമല്ല പലതരത്തിലുള്ള കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. കളേഴ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, പെൻസിലിൻ്റെ കളർ ചൂസ് ചെയ്യാം. ഹൈലൈറ്ററിൻ്റെ കേസും സെയിം തന്നെയാണ്, കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാനൊക്കെ ഉള്ള പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ദെൻ നെക്സ്റ്റ് വരുന്ന കമാൻഡാണ് റൂളർ എന്ന് പറഞ്ഞിട്ട് സ്റ്റെൻസിൽസ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്ന ഒരു കമാൻഡാണ് റൂളർ എന്ന് പറയുന്നത്. ഡ്രോ ലൈൻസ് ആൻഡ് അലൈൻ ഒബ്ജക്ട്സ് എഗൻസ്റ്റ് എ സ്ട്രെയിറ്റ് എഡ്ജ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കെയിൽ യൂസ് ചെയ്ത് ഒരു പടമല്ല, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. സെയിം പർപ്പസ് തന്നെയാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്ക്രീനിലൊരു സ്കെയിൽ അവൈലബിൾ ആയിട്ട് വരും. ഈ സ്കെയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ യൂസ് ഒരു എന്തെങ്കിലും ഒരു ബോർഡറിലെങ്ങാനും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കെയിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ആവശ്യം എവിടെയാണോ അവിടെ വെച്ചിട്ട് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പെൻസിലോ അല്ലെങ്കിൽ പെയിൻറ്റോ എടുത്ത് എന്ത് ചെയ്യാം, നമുക്കിതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഈ സ്കെയിലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ഈ സ്കെയിലെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും ഈ സ്കെയിലിനെ നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോയിട്ട് ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. അതാണ് മെയിൻലി റൂളർ എന്ന് പറയുന്ന ടൂള്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടൂള് നമ്മുടെ ആ ഒരു സ്കെയിൽ അവിടെ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെയിൻലി ഈ രണ്ട് കമാൻഡ് ഗ്രൂപ്പിനകത്തും വരുന്നത്. ദെൻ അടുത്തത് ഇങ്ക് ടു ഷേപ്പ് എന്ന് പറയുന്ന കമാൻഡും ഇങ്ക് ടു മാത്ത് എന്ന് പറയുന്ന രണ്ട് കമാൻഡും കൺവേർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. കൺവേർട്ട് കമാൻഡ് ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ ഇങ്ക് ടു ഷേപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി റിഫൈൻ ഹാൻഡ് ഡ്രോ ഷേപ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്സ് നമ്മുടെ കൈ കൊണ്ട് വരയ്ക്കുകയാണ്. ആ ഷേപ്പിനെ ഇപ്പോൾ നമ്മൾ വരച്ചതിപ്പം നോർമലി നമ്മളൊരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതും കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരയ്ക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച അതേ പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു കമാൻഡ് ആ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ഡ്രോയിങ് എന്താണെന്ന് സ്വമേധയ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കമാൻഡ് നമ്മൾ ആ ഷേപ്പിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ക് ടു മാത്ത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മാത്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇക്വേഷനൊക്കെ മൗസ് പോയിൻ്റർ യൂസ് ചെയ്ത് നമ്മൾ സ്ക്രീനിലോട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു കറക്റ്റ് നമ്പേഴ്സ് ഇവിടെ എന്താവും ഫില്ലാവുന്ന നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഇങ്ക് ടു ഷേപ്പ് എന്ന് പറയുന്നതാണ് ഞാൻ എടുക്കുന്നത്. ആ കമാൻഡ് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സോറി, ഇത് സർക്കിളിൻ്റെ ഷേപ്പ് ആയിട്ടില്ല. ജസ്റ്റ് മായ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. കണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി സർക്കിളായിട്ട് അവിടെ ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, റെക്റ്റാങ്കിള്. സ്ക്വയർ മാത്രം അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു ട്രയാങ്കിളും കൂടെ വരച്ച് നോക്കാം. കമാൻഡ് ഓഫായിപ്പോയോ? നമുക്ക് ജസ്റ്റ് ഒന്ന് അത് സെലക്ട് ചെയ്ത് നോക്കിയിട്ട് കമാൻഡ് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ആ ഒരു കമാൻഡ് സെലക്ട് ചെയ്തിട്ട്, അതായത് സെലക്ഷൻ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ക് ടു ഷേപ്പ് എന്നുള്ള കമാൻഡ് സെലക്ട് ചെയ്തപ്പോൾ ആ രണ്ട് ഷേപ്പും അത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിലേക്ക് മാറിയത്. അതാ ഇങ്ക് ടു ഷേപ്പ് എന്നുള്ള കമാൻഡ് ഓഫായി പോയതുകൊണ്ടാണ് നമുക്ക് ആ ഷേപ്പ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത് ഇത്രയാണ് ഈ ആദ്യത്തെ ഈ ഇങ്ക് ടു ഷേപ്പ് എന്നുള്ള കമാൻഡിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്കിത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തത്
ഇങ്ക് ടു മാത്ത് എന്നുള്ള കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 1/2 എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് 1/2 എന്ന് അതുപോലെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻസേർട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ സ്ക്രീനിലേക്ക് അത് വന്നത് നമ്മൾ കണ്ടോ. പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് 1/2 എന്നുള്ള ഒരു ന്യൂ നമ്പർ അവിടെ വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നമുക്കത് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്നുള്ള കമാൻഡ് ഗ്രൂപ്പിലേക്ക് പുതിയ ഒരു ഒരു ടാബ് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഈ ടാബ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ടാബിലേക്കാണ് ഇത് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ വേറൊരു ഇക്വേഷനും കൂടെ എഴുതാം. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ റൂട്ടൊക്കെ അത് ഇറേസ് ചെയ്യാം. കണ്ടോ, ജസ്റ്റ് ഞാൻ കറക്റ്റായിട്ടല്ല ആ ഷേപ്പ് വരച്ചെങ്കിലും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു റൂട്ടിൻ്റെ സിമ്പൽ അവിടെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്പറും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് ഇൻസേർട്ട് എന്ന് കൊടുത്താൽ നേരത്തെ പോലെ അങ്ങനെ ഒരു നമ്പർ ഫോർമാറ്റ് അവിടെ ഇൻസേർട്ട് ആവും. നമുക്കിവിടെ എന്ത് ചെയ്യാം, എന്നിട്ട് ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. ഞാൻ അതിനെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയാണ് ഡ്രോയിങ് ടൂൾ എന്നുള്ളത്. സ്റ്റെൻസിൽസ് എന്ന് പറയുന്ന കമാൻഡ്, കൺവേർട്ട് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. അടുത്ത് നമുക്ക് എന്താണ് ഈ ഇങ്ക് റീപ്ലേ എന്നുള്ളത് നോക്കാം. ഓട്ടോമാറ്റിക്കലി റിപ്ലേ ദ ക്രിയേഷൻ ഓഫ് വിസിബിൾ ഇങ്ക് സ്റ്റോക്സ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പല പ്രാവശ്യം പല തരത്തിലുള്ള ഈ സ്കെച്ചും ഈ ഹൈലൈറ്റർ, പെൻസില് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പോൾ ഈ പെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തു, കളർ ചൂസ് ചെയ്ത് അതിൽ നിന്നൊരു കളറൊക്കെ സെലക്ട് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ വരച്ചതായിട്ട് കാണിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതുകയാണെന്ന് വിചാരിക്കുക. റേസ് ആവുന്നില്ല, അതവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇങ്ക് റീപ്ലേ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ എന്താണോ എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ഫോർമാറ്റിൽ നമുക്കത് പ്ലേ ചെയ്ത് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു ബ്രഷ് എടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാനിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലിറ്റർ കളറാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്നിട്ട് ജസ്റ്റ് പവർ പോയിൻ്റ് എന്ന് എഴുതുകയാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് ഇങ്ക് റീപ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ക് റീപ്ലേ കൊടുത്തപ്പോൾ കണ്ടോ, നമ്മൾ ആ എഴുതിയത് അവിടെ ഒരു വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും അത് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, നമ്മളവിടെ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു അതെല്ലാം ഒരു വീഡിയോ ഫോർമാറ്റിൽ ക്യാപ്ചർ ആവുന്നതാണ് ഈ ഇങ്ക് റീപ്ലേ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അത് ക്ലോസ് ചെയ്താൽ ആ ഒരു കമാൻഡ് അവിടെ നിന്ന് പോകുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് ഈ ഒരു ഡ്രോ എന്ന് പറയുന്ന ടാബിനകത്ത് പഠിക്കാനായിട്ട് വരുന്നത്. ലാസ്റ്റ് വരുന്നത് ജസ്റ്റ് ഇങ്ക് ഹെൽപ്പ് എന്നുള്ളതാണ്.
ഇത് ഡയറക്റ്റ്ലി മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതായത് ഈ ഡ്രോ എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പിലെ എന്തെങ്കിലും തരത്തിലുള്ള കമാൻഡിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പോ സപ്പോർട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ഈ കമാൻഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. നമുക്കവിടെ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർ മൈക്രോസോഫ്റ്റുകാർ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഡൗട്ട് എന്താണെന്ന് അവർക്ക് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി ഈ ടാബിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടീച്ചേഴ്സിനോട് ചോദിക്കാം. താങ്ക് യു.